പലപ്പോഴും കേരളത്തിലെ ഫുട്ബോൾ ആരാധകരോട് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഇന്ത്യക്ക് വേണ്ടി ഫ്ലെക്സ് വെക്കാതെ എന്തിനാണ് അർജന്റീനയ്ക്കും ബ്രസീലിനും പോർച്ചുഗലിനും വേണ്ടി ഫ്ലെക്സ് വെക്കുന്നതെന്ന്. നിങ്ങൾ ഇന്ത്യയുടെ കളി കാണാറില്ലേ? സത്യത്തിൽ അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. ഞങ്ങൾ ഇന്ത്യയുടെ കളിയും കാണുന്നവരാണ്, സുനിൽ ഛേത്രിയുടെ ഗോളുകളും ആഘോഷിച്ചവരാണ്. ഇന്ത്യ വിജയിക്കുമ്പോൾ സന്തോഷിക്കുകയും തോൽക്കുമ്പോൾ നിരാശപ്പെടുകയും ചെയ്യുന്നവരാണ്. പക്ഷേ ലോകകപ്പ് സമയത്ത് അർജന്റീനയോ ബ്രസീലിനെയോ പിന്തുണയ്ക്കുന്നത് ഇന്ത്യയെ മറന്നതുകൊണ്ടല്ല, ലോകകപ്പിൽ ഇന്ത്യ ഇല്ലാത്തത് കൊണ്ടാണ്. ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ലോകകപ്പ് ആഘോഷിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പലരും ഇഷ്ടപ്പെട്ട ടീമുകൾക്ക് പിന്തുണ നൽകുന്നത്. പക്ഷേ ആ പിന്തുണയ്ക്കിടയിലും ഒരു സ്വപ്നം എല്ലാവർക്കുമുണ്ട്. ഒരു നാൾ ഈ ഫ്ലെക്സുകൾക്കും കട്ടകൾക്കും നടുവിൽ ഇന്ത്യയുടെ പതാകയും ഉയരും. ലോകകപ്പ് മത്സരത്തിന് മുമ്പ് ഇന്ത്യയുടെ ദേശീയഗാനം മുഴങ്ങണം. അന്ന് അർജന്റീനയ്ക്കും ബ്രസീലിനും വേണ്ടി നിൽക്കുന്ന പലരും ഏറ്റവും വലിയ ശബ്ദത്തിൽ ഇന്ത്യക്ക് വേണ്ടി ആർപ്പ് വിളിക്കും. കാരണം നമ്മുടെ അവസാനത്തെ സ്വപ്നം മറ്റൊരു രാജ്യത്തിന്റെ വിജയം കാണുകയല്ല, ഇന്ത്യയെ ലോകകപ്പ് വേദിയിൽ തന്നെ കാണുക എന്നതാണ്. വർഷങ്ങളായി ഇന്ത്യൻ ഫുട്ബോളിന്റെ മുഖമായിരുന്ന സുനിൽ ഛേത്രി ലോകോത്തര താരങ്ങളോടൊപ്പം ഗോൾ നേട്ടത്തിൽ ഇടം നേടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കരിയർ ഒരു കാര്യം തെളിയിച്ചു: പ്രതിഭ ഇന്ത്യയിലുണ്ട്. പക്ഷേ ലോകകപ്പിലെത്താൻ പ്രതിഭ മാത്രം മതിയാവില്ല. മികച്ച അക്കാദമികൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, യുവതാരങ്ങളുടെ വളർച്ച, ദീർഘകാല പദ്ധതികൾ, ഇതെല്ലാം ആവശ്യമാണ്. ഇന്ന് ലോകകപ്പ് കാണുന്ന കേരളത്തിലെ ആയിരക്കണക്കിന് കുട്ടികളിൽ നിന്ന് നാളെയുടെ ഇന്ത്യൻ താരങ്ങൾ ഉയർന്നു വരാം. ഒരുപക്ഷെ ഇന്ന് മെസ്സിയുടെയും റൊണാൾഡോയുടെയും ജേഴ്സി ധരിച്ച് ലോകകപ്പ് കാണുന്ന ഒരു കുട്ടി ഭാവിയിൽ ഇന്ത്യയുടെ ജേഴ്സി ധരിച്ച് ലോകകപ്പിൽ കളിക്കാനും സാധ്യതയുണ്ട്. ആ ദിവസം ഇപ്പോഴും ദൂരെയായിരിക്കാം, പക്ഷേ ഫുട്ബോളിനോടുള്ള ഈ സ്നേഹവും സ്വപ്നവും നിലനിൽക്കുന്നിടത്തോളം ഇന്ത്യയുടെ ലോകകപ്പ് സ്വപ്നവും ജീവിച്ചിരിക്കും.